നിങ്ങളുടെ സ്റ്റാർ സിംഗർ ഒരു വർഷത്തോളം കഴിയുമ്പോൾ നമ്മൾ വേറൊരു തരം സൗഹൃദങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത മറ്റൊരു ലൈഫും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വർഷം കഴിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. എല്ലാ റിയാലിറ്റി ഷോസും അത്തരത്തിലുള്ളൊരു ബോണ്ട് ഉണ്ടാക്കും. നിങ്ങളുടെ ഇടയിൽ ഒരു സൗഹൃദത്തിന്റെ ഹാപ്പിനെസ് എത്രത്തോളമാണ് ശ്രീരാഗിന് കിട്ടിയിട്ടുള്ളത്? ആ സൗഹൃദത്തിലെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാട്ടിനെ പറ്റി അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി സംസാരിക്കാം എന്നുള്ളതാണ് ഈ സൗഹൃദ വലയത്തിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും വലിയ നമ്മളവിടെ പിടിച്ചിരുത്തുന്ന ഘടകം. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പാട്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം, ഒറ്റയ്ക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുമ്പോഴും അത് കണക്റ്റ് ആവുന്ന ആളുകളാണ് നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് ഈ സുഹൃത്തുക്കളുടെ. അത് തന്നെയാണ് നമ്മൾ അവരായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശ്രീരാഗിൻ്റെ ക്യാരക്ടറും അതിൽ പലരുടെയും ക്യാരക്ടർ പല രീതിയിലായിരിക്കും. അപ്പം ആ വികൃതികളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു സർക്കിളാണ്. ആ സർക്കിളിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ശരിക്കും? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന് മറുപടി പറയാൻ. അതങ്ങനെ കണക്റ്റ് ആവുന്നവര് അങ്ങ് ചേരും. ഒരാള് ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു എനർജി നമുക്ക് ഇപ്പം എന്താ, ഞാൻ വളരെ മിണ്ടാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളെൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ലെവലൊന്ന് ഒരു മിഡിലേക്കെങ്കിലും ഉയരണമല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ സംസാരിച്ച് 16 പേരുണ്ടായിരുന്നു. സംസാരിച്ച് വരുമ്പോൾ നമ്മൾ എന്താ ഒരേപോലെ സ്വഭാവമുള്ളവരോ അല്ലെങ്കിൽ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളവർ അടുക്കാം, ഇഷ്ടമില്ലാത്തവർ അകലാം. അങ്ങനെ ഈ നമ്മളെ ഇടയിൽ അകൽച്ചയൊന്നുമില്ല. പരിപാടി എങ്ങനെയാണല്ലോ അതിന്റെ, അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. കുഞ്ഞു കുഞ്ഞു ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ റീൽസ് ചിലതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നീട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം ആ സ്പേസിലൊക്കെ നിങ്ങൾക്കിടയിലുള്ളൊരു ഭയങ്കര ഒരു കമ്പനി ഉണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ട് കാണുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ കൊള്ളാം, ഇയാൾ കൊള്ളാം എന്നൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുമെങ്കിലും നമുക്ക് മൊത്തത്തിൽ കുറെ പാട്ടുകാരാണ്. അപ്പൊ ആ ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടാക്കാൻ അതിന്റെ ഇടയിൽ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ടൈം കിട്ടുമായിരുന്നോ ശരിക്കും? ഓ പിന്നെ ഗ്രൂമിങ്ങിന്റെ ഇടയിലൊക്കെ? ഗ്രൂമിംഗ് എന്ന് പറയുന്നത് രാവിലെ വരുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ ആദ്യം നമ്മൾ ഗ്രൂമേഴ്സ് രാവിലെ തന്നെ വരും. അപ്പോൾ ഓരോ റൗണ്ട് എല്ലാ കുട്ടികളും കേൾപ്പിച്ചു കൊടുക്കും. കേൾപ്പിച്ചിട്ട് പുറത്ത് വരും. പുറത്ത് വന്നാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും പരസ്പരം പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വയം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു തരും. നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുക. അതിൽ ഒരാൾ പോയിട്ട് റൂമിൽ പോയി പാടി കൊടുക്കുന്നു, തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത്. അപ്പം വൈകുന്നേരം വരെ നമ്മൾ ഒരുമിച്ചുണ്ടാവുന്നത്. അപ്പം എന്തായാലും സൗഹൃദം അവിടെ സംഭവിച്ചേ പറ്റൂ. 1.5 കൊല്ലമായിട്ട് ഒരുമിച്ച് എല്ലാ വീക്കെൻഡിലും ഒത്തുകൂടുന്നവരല്ലേ. അപ്പോൾ അത്രയും ബോണ്ട് ഉണ്ടായില്ലെങ്കിലാണ് എന്തോ പ്രശ്നമുള്ളത്. രാജാസാറിന്റെ രാസാത്തിയുടെ രണ്ടുപേരി. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവളും തങ്കച്ചിമിഴേ പൊന്തിപ്പെരുകും സംഘത്തമിഴേ முத்தம் தரும் நித்தம் வரும் நட்சத்திரம். யாரோடு இங்கு எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு. வாழ்ந்தாக வேண்டும் வா வா கண்ணே, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மான ஒன்ன தேடுது. ராசாத்தி ஒன்ன കാണാത നെഞ്ച് കാത്താടി പോലാടുത്. ഈ പാടുന്ന സമയത്ത് ഒറിജിനൽ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് ആ ഗായകരെ ആണോ നമ്മൾ പിക്ക് ചെയ്യുക, അതേ ആ മ്യൂസിക് മാത്രമാണോ നമ്മൾ ശരിക്കും എടുക്കുക?
എന്താണ് അതിനകത്ത്, ഇല്ലെങ്കിൽ സിമിലർ ആയിട്ട് പാടാനായിരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ശ്രമിക്കുക. ഞാനൊക്കെ പറയാറുള്ള അനുകരിക്കുക എന്ന് പറയും. നമ്മൾ ഇപ്പം എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടുന്ന മീറ്ററിൽ നമ്മൾ അനുകരിക്കുന്നു. മമ്മൂക്കയുടെ ശബ്ദം അനുകരിക്കും പോലെ യേശുദാസ് സാറിൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മൾ പാട്ടാണ് അനുകരിക്കുക എന്ന് പറയുന്ന രീതിയിൽ. പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതായിരിക്കില്ല ചെയ്യുക, മ്യൂസിക്കാണ് അതിനകത്ത് നിന്ന് ആദ്യം പിക്ക് ചെയ്യുക. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയി മാറുന്നത് ഈ ഗായകരുടെ വോയിസ് ആയിരിക്കും. എന്താണ് അതിനകത്ത്? അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഞാൻ പാടുന്നതൊക്കെ കൂടുതൽ കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാട്ട് കേൾക്കാനാണ്. നല്ല സുഖമുള്ള പരിപാടിയല്ലേ, വായനെ കണ്ട കേട്ടോണ്ടിരുന്നാ മതി, മടിയനായിട്ടിരുന്നാ മതി. അതെ അതെ. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ കേട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകാരുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ ഒരു രീതി ഉണ്ടാവും, നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പാട്ടുകാരുടെ പാടുന്ന രീതിയൊക്കെ ഉണ്ടാവും. അതൊക്കെ അറിയാതെ തന്നെ നമ്മൾ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും ഒരുപാട് സിംഗേഴ്സ്. ഈ ഒരാളെ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ സ്വാധീനം കൂടിയിട്ട് അനുകരണമായി മാറാം. അപ്പോൾ ഇങ്ങനെ കുറേ കേൾക്കുകയാണെങ്കിൽ പലരുടെയും നമുക്കിഷ്ടപ്പെട്ട പലതും കൂടി ചേർന്നിട്ടായിരിക്കാം നമ്മളെന്ന് പറയുന്ന വേറൊരു സാധനം. പാട്ടുകാര് എന്തായാലും സ്വാധീനിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് അയ്യോ ഇത് അതേപോലെ ആയോ എന്നൊക്കെ നമ്മൾ അങ്ങനെ അതേപോലെ ആയോ എന്നല്ല, മനസ്സിലായോ, അനുകരണം ആവോ എന്നുള്ള നമുക്കങ്ങനെ കോൺഷ്യസ് ആവും. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഷോയിലൊക്കെ വന്ന് പാടുമ്പോഴേ. കാരണം ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ വരുമല്ലോ, ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോൾ കറക്റ്റ് ഇതേ ഗായകന്റെ പോലെ എന്ന് പറയുമ്പോൾ നമുക്കത് അത് പലരും പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നമുക്കത് കേൾക്കുമ്പോ അയ്യോ അങ്ങനെ ആയിപ്പോയി, അത് മോശമൊന്നല്ല, മനസ്സിലായി. നമ്മളാവണമല്ലോ, നമ്മളാവണമെന്ന് വിചാരിച്ചിട്ടുമല്ല, അതാണ് അതിൻ്റെ ഒരു സുഖം. അത് പാടാൻ ആളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും സ്വാധീനിക്കും ഈ പാട്ടുകാര്, ശൈലി, അതൊക്കെ സ്വാധീനിക്കും. അല്ല, ഏത് ഘട്ടത്തിൽ എത്തുമ്പോഴാ ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് ബോധ്യം വരുന്നത്? നമ്മളായിരിക്കുക, അല്ലെങ്കിൽ ആ മ്യൂസിക് നമ്മളായിരിക്കണം എന്നുള്ള ബോധ്യം പണ്ട് മുതലേ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കേൾക്കുകയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോഴേ പലരും പ്രൊനൗൺസ് ചെയ്യുന്നത് തന്നെ പല പോലെയല്ലേ. ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ത്രോ കൊടുത്ത് പാടുമ്പോൾ, മെലഡി ഒക്കെ പാടുമ്പോൾ, MG സാറിന്റെ താമരപ്പൂല് പാടുമ്പോഴേ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു MG സാറിന്റെ ടോണ് പോലെയുണ്ട് കേൾക്കാൻ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്നൊക്കെ പാടുമ്പോ, നീ എന്നൊക്കെ അങ്ങനെ പാടുമ്പോ, പിന്നെ പാട്ടിന്റെ ആൾക്ക് വേണ്ടിയുള്ള ആൾ പാടിയ ഒരു പാട്ടാണ്, നമ്മൾ അതല്ലേ കേൾക്കുന്നത്. അപ്പൊ അതേപോലെ പാടുമ്പോൾ അതേപോലെ തോന്നും. ഏകദേശം ഒരു സിമിലർ ടെക്സ്ചറും കൂടെ നമ്മുടെ വോയിസിനുണ്ടെങ്കിൽ അതേപോലെയാണല്ലോ പാടുന്നത്, ഒറിജിനൽ പോലെയാണല്ലോ പാടുന്നത്. അത് വേറൊരാൾ പാടിയ ഒരു പാട്ടാണല്ലോ. അത് നമ്മൾ പാടുമ്പോൾ അതേപോലെ പാടണമെന്നുണ്ടെങ്കിൽ ശബ്ദം കൂടെ ഏകദേശം അതിനോടൊന്ന് അടുത്ത് വരികയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തോന്നും. വേറൊരു പാട്ട് പാടുമ്പോഴും അതേപോലെ തോന്നുന്നുണ്ടെങ്കിലാണൊരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇത്തരം പ്രോഗ്രാമില് സക്സസ് അതല്ലേ സത്യത്തിൽ. ആ സിമിലാരിറ്റീസ് വരുമ്പോഴാണല്ലോ ആൾക്കാർ കൂടുതൽ ആളുകൾ ഇഷ്ടം പലർക്കും പലതാണല്ലോ, മെജോറിറ്റി അതായിരിക്കും ഇഷ്ടം. ഇടയ്ക്ക് ഈ റിയാലിറ്റി ഷോസിനെ കുറിച്ച് രവി മേനോൻ എഴുതി കണ്ടത്, ഇംപ്രവൈസേഷൻസിന് റെസ്ട്രിക്ട് ചെയ്യുന്ന, മനോധർമ്മം പാടാൻ അനുവദിക്കാത്ത ചില സ്പേസുകളായിട്ട് മാറിപ്പോകുന്നതിൽ സങ്കടം ഉണ്ടെന്നാണ്. ശ്രീരാഗിന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ മനോധർമ്മങ്ങളെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയാലിറ്റി ഷോസ് ആയിട്ട് മാറേണ്ടതില്ലേ പല സ്പേസിലും? ഇംപ്രവൈസേഷൻസ് ഒക്കെ അനുവദിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു പരിധി വിട്ട് അനുവദിക്കില്ല. ഇവിടെ നമ്മുടെ ഷോയില് കമ്പാരിറ്റീവ്ലി ഇതുവരെ സ്റ്റാർ സിംഗർ ഷോയില് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇംപ്രവൈസേഷൻസും, ഇതിവിടെ പാട്ടുകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം അഡീഷണൽ എന്ന് നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെലഡി സോങ്സ് ഒന്നും എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ അതിന് സ്കോപ്പുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ. ഒരു സെമി ക്ലാസിക്കൽ സോങ്സ് ആണ് പ്രതീക്ഷയും നന്ദയും കൂടെ സ്വാമിനാഥ പാടിയപ്പോൾ അതിലൊരുപാട് ആഡ് ഓൺ ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്തത്. അപ്പം അതിനുള്ള സ്കോപ്പുള്ള പാട്ടുകൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഓരോ പാട്ട് അനുസരിച്ചാ, ചില പാട്ട് ചെയ്യരുതെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ചിലതിൽ ഇത് കൊള്ളാം, അതത്രേ ഉള്ളൂ. കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നണം, ഇത് കൊള്ളാം എന്ന് തോന്നണം, അത്രേ ഉള്ളൂ. അത് കണ്ടറിഞ്ഞ് ചെയ്യണം, ഇംപ്രവൈസേഷൻ ചെയ്യണം. അതെ, പിന്നെ അത് ചെയ്യണം. ചില പാട്ടുകളോട് പറയാനും പറ്റില്ല, തോന്നില്ല. പിന്നെ തൊടാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് തൊടാം. വേറൊരാൾ ഉണ്ടാക്കി വെച്ച ആളുടെ നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ അത് കുളമാക്കണം എന്നുള്ളതാണ്. നന്നാക്കിയാൽ നല്ലതാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. എനിക്ക് പൊതുവേ ഇതാ, ഈ നല്ലതാണെങ്കിൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ
ചിലത് നല്ലതാവില്ല. ഈ സ്പേസിൽ പാടാൻ പറ്റിയത് ശ്രീരാഗമാണ്. കാരണം ശ്രീരാഗം പോലെ ഇംപ്രൊവൈസേഷൻ വന്നിട്ടുള്ള മലയാളത്തിൽ മറ്റൊരു പാട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും ഇംപ്രൊവൈസേഷൻസിനെ ട്രൈ ചെയ്തിട്ടുണ്ട് സാർ. ഞാനിവിടെ ഷോയിൽ പാടി കഴിഞ്ഞിട്ട് ചേച്ചി വീഡിയോ കോള് ചെയ്തായിരുന്നു സാർ. സാറിന്റെ പാട്ടുകൾ പൊതുവിൽ ഇഷ്ടമല്ലേ? ഓ പിന്നെ ശ്രീരാഗം പാടിയിട്ട് ശരത് സാറിനെ കുറിച്ച് പറയാം. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിയിൽ ധനിത പമപദനിത പമഗരി ഗമപദനി സരി മഗരി സനിത പമഗരി ഗമപദ സരി ഗമപനി സരി ഗമപക്കല സരി ഗമപ ധനിത പദ ധനി ഗരി നിത മഗരി സരി ഗമ രി ഗമപ ഗമപദ മപദനി ഗരി ടിസ സനി നിത തപഗരി ടിസ സനി നിത തപഗരി രിസ സനി നിത തപഗരി സനി തപ സരി ഗമപ രി ഗമപദ ഗമപദനി ഗരി സനി ദരി സനി ദപ സനി ദപദ രി ഗമപദ സരി ഗമപനി സരി ഗമപക്കല. ഇത് ഇടയ്ക്ക് ശരത് സാറിനെ കണ്ടപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരത് സാറിന്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഈ പക്കാല നിലവടി സാറ് പറയുന്നതും പാടുന്നതും ഒക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ശരത് സാറിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയും. ഇപ്പൊ നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് കേട്ട് കുറെ പാട്ടുകൾ സ്ട്രൈക്ക് ചെയ്യുമല്ലോ. പണ്ട് ഇതാണ് കമ്പോസർ, ഇന്നാളുടെ പാട്ടാണ് ഒന്നും ഓർത്തിട്ടായിരിക്കില്ല. അങ്ങനെ മാറി നിൽക്കുന്നു നമുക്ക് തോന്നുന്ന ചില പാട്ട്, അങ്ങനെ ക്ഷണക്കത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇത് വേറൊരു സംഭവമാണല്ലോ എന്ന് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്പെഷ്യൽ കമ്പോസറാണ് എനിക്ക്. അവിടുന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കമൻസ്, ഇപ്പം ജനങ്ങൾ പല രീതിയിൽ ശ്രീരാഗിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വേദിയിൽ ഇപ്പൊ ചിത്ര ചേച്ചി തന്നെ ചില സമയത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടായിരിക്കും, വേദനിപ്പിക്കാതിരിക്കാൻ പറയുന്നതായിരിക്കും. ചേച്ചി അങ്ങനെ ആരെയും വേദനിപ്പിക്കാറില്ല. അപ്പോൾ പക്ഷെ എങ്കിലും നമുക്ക് കിട്ടിയെന്ന് തോന്നുന്ന കമന്റുകൾ നമ്മൾ ഓർത്തു വെക്കും. അത് ഞാൻ ചെയ്തത് അത് തന്നെ അവർ പറഞ്ഞു. ചില കാര്യങ്ങൾ ശ്രീരാഗ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇവരിത് പറയാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി ചെയ്യില്ലേ? അങ്ങനത്തെ മൊമെന്റ്സ് ഞാനങ്ങനെ അഭിപ്രായം ഇതുവരെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളൊരു സാധനം പുള്ളി അത് മനസ്സിലാക്കിയല്ലോ എന്ന്, അങ്ങനെ കണക്ട് ആയി നമുക്ക് തോന്നി. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കോമ്പറ്റീഷനിൽ പാടിയത്, അത് ഫിനാലേക്കല്ല, സെമി ഫൈനൽസിലെ 2 പാട്ട് കൂടി പാടിയിരുന്നു. ഉത്തരാ സ്വയംവരം, സാമ്യമകന്നൊരു ഉദ്യാനമേ, 2 പാട്ട്. അപ്പോൾ ശ്രീനിവാസ് സാറ് ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് സംസാരിക്കുക. അത് ടെലികാസ്റ്റിൽ വരുമ്പോൾ സമയപരിമിതി കൊണ്ട് ഇങ്ങനെ കട്ടായി പോകും. സാർ വളരെ സമയമെടുത്ത് അങ്ങനെ ഉള്ളൂർന്ന് സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ മൂളി പതുക്കെ സമയമൊക്കെ എടുത്ത് സംസാരിക്കും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി അത് ഉള്ളിന്ന് പറയുന്നതാണ് കേട്ടോ മനസ്സിലാവും. എല്ലാ കുട്ടികളോടും അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ പാട്ട് ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും തെറ്റിയാലും നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി സ്റ്റാൻഡിങ് ഒവേഷൻ തന്ന് അതെടുത്ത് പറഞ്ഞ് പോട്ടെ ആ ഭാഗം അത് ഭയങ്കരമായിരുന്നു പുള്ളി അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഈ ഉത്തരാ സ്വയംവരം പാടിയപ്പോൾ ഞാൻ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഞാൻ പാടുന്നൊരു രീതി ഉണ്ടല്ലോ, അത് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നി. ശ്രീരാഗ് അങ്ങനെ ഒരു ഒഴുകിയിട്ടാണ് പാടുന്നത്, അത് ശ്രീരാഗിനെ അറിയുകയും ചെയ്യാൻ പാടുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടുന്ന് ശരിയാണ്, അതായത് അത് നന്നായോ നന്നായില്ലയോ അത് കേൾക്കുന്നവരുടെ, ഞാൻ പാടുന്നത് ഇങ്ങനെയാണ് എന്ന് എനിക്കറിയാലോ. അത് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലേ, നന്നായോ മോശമായോ എന്നുള്ളത് ഓരോരുത്തരുടെ അഭിപ്രായം, കേൾക്കുന്നവരെ ഇഷ്ടക്കേടൊക്കെ അത് എങ്ങനെയാ ചെയ്യുക അങ്ങനെ. പക്ഷെ ഞാൻ പാടുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, എനിക്കറിയാം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ പുള്ളി അത് എടുത്തു പറഞ്ഞു, ഞാൻ അറിയുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കതവിടെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും സംതൃപ്തി തോന്നിയത് അപ്പോഴാണ്. ഓ ഓക്കെ കൊള്ളാം എന്നുള്ള സംഭവം.
അങ്ങനെ പിന്നെ കുറെ കമന്റ്സ്, ഇഷ്ടമുള്ള കമന്റ്സ്. ചിത്ര ചേച്ചി അന്ന് തന്നെ അപ്പൊ തന്നെ പറഞ്ഞു, ഈ തട്ടി ഉറക്കുന്നതും തലോടി ഉറക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്, ഞാൻ പാടുമ്പോൾ തലോടി ഉറക്കുന്ന പോലെയാണ് തോന്നുന്നത് ചിത്ര ചേച്ചി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ശരിക്കും പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് ചിത്ര ചേച്ചിയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതും കൂടെ ഒരു സാധ്യതയായിരുന്നില്ലേ? അങ്ങനെ ഒരു ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നില്ലേ? കുറെ പാട്ടുകൾ കേട്ടിട്ടേ നമ്മളിങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എണീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്തൊരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന, അയ്യോ എന്തൊരു പാട്ട്, എന്തൊരു സിംഗർ, അങ്ങനെയൊക്കെ ആ ചിന്തയിൽ വന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ചിത്ര ചേച്ചി. അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ വയ്ക്കും, പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അങ്ങനെയുള്ളൊരു ആളാണ്. ആളൊന്നുമില്ലാണ് പാടുന്ന ആളാണ് നമ്മുടെ പാട്ടിനെ പറ്റി, നമ്മുടെ പാട്ട് കേൾക്കുന്നത്. അത്രയും തന്നെ അത് തന്നെ മതി, അതോടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി. കൂടുതൽ ഇത് ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് സന്തോഷം.